ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ കല്ലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചെടി വീഡിയോ അല്ല. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടിപ്പ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞിയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കുഞ്ഞ് എനിക്ക് ചക്ക കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ചക്കയെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം വിചാരിച്ചു അത് കണ്ടപ്പോൾ പഴുത്ത ചക്കയെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ കുഞ്ഞ് ഈ ചക്ക ഫ്രിഡ്ജിൽ നിന്നുമാണ് എടുത്തുകൊണ്ട് വന്നത്. എന്നിട്ട് കുഞ്ഞ് കറി വയ്ക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു അതിൽ നിന്നൊന്ന് എടുത്ത് കഴിച്ചു നോക്കാൻ, പഴുത്തതല്ല, ഒന്ന് എടുത്ത് കഴിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും അവിച്ച പോലെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുഞ്ഞോട് ചോദിച്ചു ഇതെന്താ അവിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു 3-4 ദിവസത്തിന് മുന്നേ കുഞ്ഞിക്ക് ഒരു സ്ഥലത്തുനിന്ന് ചക്ക കിട്ടി. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് അന്ന് കറി വെച്ചു. അതിൻ്റെ ബാക്കി കുഞ്ഞ് പകുതി വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പകുതി വേവിച്ചിട്ട് അടച്ചു വെച്ചാലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ കുറേ ദിവസം വരെ നല്ല രീതിക്ക് കേട് കൂടാണ്ടിരിക്കും. അല്ലാതെ നമ്മൾ ചക്ക പച്ചക്കൊക്കെ വെച്ചിരുന്നാൽ അത് പഴുത്ത് പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ടിപ്പ് ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു ഫ്രണ്ട്സ്, അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വീട്ടിലും ചക്ക കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ പകുതി വേവിച്ചിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ കുഞ്ഞ് കറിയൊക്കെ വെച്ചു. കറി നല്ല സൂപ്പറായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ചക്ക വെട്ടിപ്പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഒരു സൈസ് കഴിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതുമാത്രമല്ല പെട്ടെന്ന് പഴുത്ത് പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ചക്ക നല്ല വിളഞ്ഞ ചക്കയായിരുന്നു. അതുകൊണ്ട് അവിച്ച് വെച്ചതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് എടുത്തു. പക്ഷെ ഞാനതിൽ നിന്ന് കുറേ ചുള കഴിച്ചു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സാധാരണ അന്ന് നമ്മൾ അവിച്ചതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചു. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു ടിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ്. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്ത കുറേ പേരുണ്ടാവും, അവർക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ബായ്.